തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്താണ് പെരിങ്ങനം. ഇന്ന് നമുക്ക് പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. സ്വാഗതം. എൻ്റെ പഞ്ചായത്ത് പെരിങ്ങനം. മതിലകം ബ്ലോക്കിലാണ് 9.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 1962 ഈ തീരദേശ പഞ്ചായത്ത് രൂപീകൃതമായത്. മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരാണ് ഈ പഞ്ചായത്തിലുള്ളത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളത് എക്കാലത്തെയും ഭരണസമിതികളുടെ വെല്ലുവിളിയായിരുന്നു. മഴക്കാലങ്ങളിൽ കടലെടുത്തു പോകുന്ന വീടുകൾ, വെള്ളക്കെട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പറിച്ചു നട്ട ജീവിതങ്ങൾ, വിടാതെ പിന്തുടരുന്ന ദുരിത ജീവിതം മറ്റു തീരദേശ പഞ്ചായത്തുകളെ പോലെ പെരിഞ്ഞനം പഞ്ചായത്തിനും മാറ്റി നിർത്താവുന്ന ഒന്നല്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട നിരവധി പേർക്ക് വീട് അനുവദിച്ചു നൽകിയാണ് ഈ ഭരണസമിതി അധികാരത്തിലേറിയതെന്ന് പ്രസിഡന്റ് വിനീത മോഹൻദാസ് പറഞ്ഞു. ഞങ്ങൾ 2020 ഡിസംബറിലാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയത്. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ടെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ലൈഫ് പദ്ധതിയിൽ കുറേ ഗുണഭോക്താക്കൾ പേര് ലിസ്റ്റിൽ വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരാവശ്യപ്രകാരം നമ്മളോട് എപ്പോഴും ചോദിക്കായിരുന്നു ലൈഫ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് ലൈഫിനാണ് ഞങ്ങൾ വന്ന ആദ്യം ഊന്നൽ കൊടുത്തത്. ലൈഫ് പദ്ധതി, അതായത് പാവപ്പെട്ടവർക്ക് തല ചായ്ക്കാനൊരു ഇടം എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ കാലയളവിനുള്ളിൽ 247 വീടുകൾ നമുക്ക് ലൈഫ് പദ്ധതിയിൽ കൊടുക്കാൻ കഴിഞ്ഞു. അതിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 4.5 വർഷം അതിൻ്റെ ഉള്ളിൽ 247ഓളം വീടുകൾ കൊടുത്തത്. അതിനാണ് നമ്മൾ അന്ന് മുതൽ ഊന്നൽ കൊടുത്തത്. പിന്നെ ഈ പറഞ്ഞ മാതിരി കാർഷിക മേഖലയിൽ ഇഷ്ടംപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എല്ലാ വർഷവും കാർഷിക മേഖലയിൽ എന്ന് വെച്ചാൽ 20 ലക്ഷം രൂപ ഓരോ വർഷം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക എന്നൊരു ലക്ഷ്യമാണ്. പക്ഷെ നമ്മളെ പ്രദേശം ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉള്ള സ്ഥലത്ത് വെച്ച് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്തു വരുന്നു. അതിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമ്മൾ ഇത് ചെയ്യുന്നു. 480ഓളം വീടുകൾ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നൽകാൻ കഴിഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഫലപ്രദമായി ഇടപെടാനും കഴിഞ്ഞു. അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് അർഹതപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞ് അവ നൽകി പഞ്ചായത്തിനെ ദാരിദ്ര്യമുക്തമാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണെന്നും വിനീത മോഹൻദാസ് പറയുന്നു. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഒക്കെ ഭാഗമായി ഇതൊക്കെ ആയിട്ട് നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ഇപ്പോൾ നമുക്കറിയാം സ്ഥലം കുറവാണ്. ജനങ്ങളുടെ മരിച്ചു കഴിഞ്ഞാൽ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ക്രിമിറ്റോറിയം, അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിൽ ക്രിമിറ്റോറിയത്തിനുള്ള ബിൽഡിങ് പണിതിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം അതിൻ്റെ മെഷീനറിയും സംഭവങ്ങളൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം ഒരു 35 ലക്ഷം രൂപ MLA ഫണ്ടാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു ക്രിമിറ്റോറിയം നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതും പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ഫീസിലാണ് നമ്മളതവിടെ നടത്തി വരുന്നത്. അത് ചെയ്തു. പിന്നെ നമുക്ക് സ്വന്തമായൊരു കൃഷിഭവൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ഇതിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് കിട്ടിയതിൻ്റെ മുറയ്ക്ക് നമുക്ക് സ്വന്തമായൊരു കൃഷിഭവൻ നമ്മൾ പണിതു. പിന്നെ നമ്മളെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ 23 അംഗൻവാടികളാണ് നിലവിലുള്ളത്. അതിൽ 2 അംഗൻവാടികളിൽ സ്വന്തമായി കെട്ടിടമുണ്ടായിരുന്നില്ല. അതിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം നമുക്ക് സ്ഥലം സ്പോൺസർ ചെയ്ത് കിട്ടി. ഒരു 25 ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു അംഗൻവാടിയും കൂടി നമ്മൾ പണിതു. ഇനി നമ്മൾക്ക് ഒരു അംഗൻവാടിയെ വാടക കെട്ടിടത്തിലുള്ളൂ. അത് നമ്മൾക്ക് സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ സ്ഥലമൊക്കെ അന്വേഷിക്കുന്നുണ്ട്, തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ. അപ്പോൾ അത് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ 24 അംഗൻവാടിയും നമുക്ക് സ്വന്തമായി ഒരു കെട്ടിടമായാൽ തന്നെ നമുക്ക്. പിന്നെ അതുപോലെ നമുക്കറിയാം പ്രളയപ്പുര, അതായത് നമ്മുടെ റവന്യൂവിൻ്റെ ഭൂമിയിൽ നമ്മുടെ റോട്ടറി ക്ലബ്ബ് 1 കോടി രൂപ തന്നുകൊണ്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു 14 വീട് പണിതിട്ടിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലാറ്റ്. അത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർ നമ്മൾക്ക് 2 പേരെ നമ്മളെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കാം എന്നുള്ള നിലയായിരുന്നു. പക്ഷെ നമ്മൾ കുറേ
അന്വേഷിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കൊക്കെ വീട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പഞ്ചായത്തിലുള്ളവർക്ക് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ളവർ, ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടാണ്ടിരുന്നവർക്ക് ആദ്യം നമ്മൾ 8 പേർക്ക് നമ്മൾ വീട് കൊടുത്തു. ബാക്കി 4 വീട് ബാക്കി നിൽക്കായിരുന്നു. അതിപ്പോൾ നമുക്കറിയാം, എല്ലാവരും പറയുന്ന മാതിരി സർക്കാരിൻ്റെ ഒരു വലിയൊരു പദ്ധതിയാണല്ലേ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായിട്ട്. അതിദരിദ്രരിൽ 4 പേർക്ക് വീടില്ലാത്തവരുണ്ടായിരുന്നു. അപ്പം നമ്മളത് കളക്ടറൊക്കെ പ്രത്യേകം കണ്ടുകൊണ്ട് ഇതിൻ്റെ അനുമതിയൊക്കെ കിട്ടണമെങ്കിൽ പഞ്ചായത്തിന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം ഈ പ്രളയപ്പുര ബാക്കിയുണ്ടായ 4 വീട് നമ്മൾ അതിദരിദ്രരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നമ്മൾ കൊടുത്തു. പിന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്കറിയാം, നമ്മൾക്ക് ഇവിടെ കനവ് എന്ന പേരിൽ നല്ലൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ 2 ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ വാങ്ങി. അത് 2ഉം ഓടിക്കുന്നത് വനിതകൾ തന്നെയാണ്. പിന്നെ നല്ല രീതിയിലൊക്കെ നമ്മൾ ഇത് മാലിന്യങ്ങൾ ശേഖരിച്ച് വരുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ടി എല്ലാ സംഭവങ്ങളും, അതായത് അതായത് കണ്ടെയ്നർ ബെൽറ്റ്, പിന്നെ മറ്റേ പെട്ടെന്ന് പറയാനും പറ്റുന്നില്ല, എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾക്ക് അവിടെ ഒരുക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലും നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ച് വരുന്നു. അതിനോടൊപ്പം തന്നെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഗോബർദ്ധൻ ബയോഗ്യാസ് പ്ലാന്റ്, അതായത് കടകളിൽ നിന്ന് പച്ചക്കറികളും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് അവിടെ ആഴ്ചയിൽ 3 ദിവസം അവിടെ അത് അരച്ച് അതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കി തൊട്ടടുത്ത സുനാമി കോളനികളിൽ ഒരു 20 വീടുണ്ട്, അവിടേക്ക് ദിവസവും ഓരോ മണിക്കൂർ ഗ്യാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ ഭരണസമിതിയിൽ തുടങ്ങി വെച്ചതാണെങ്കിലും നമ്മൾ ഇപ്പോഴും അത് നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വൃത്തി കോൺക്ലേവ് പരിപാടി ഉണ്ടായല്ലോ, അതിൽ വെച്ച് ഞങ്ങൾക്ക് അതിനു വേണ്ടി ഇതുവരെ അത് നിർത്താതെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നതിനുള്ള ഒരു മൊമെൻ്റോയും സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടുന്നുണ്ടായി അല്ലേ. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഇപ്പോൾ വികസന പ്രവർത്തനത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ സമഗ്ര ആരോഗ്യമാണ് അല്ലേ. നമ്മൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. എന്തായാലും ഇപ്പോൾ പാലിയേറ്റീവ് കിഡ്നി പേഷ്യൻറ്റുകൾക്കൊക്കെ നമ്മൾ സഹായങ്ങൾ ചെയ്തു വരുന്നതിനൊപ്പം ഇനി ആർക്കും അസുഖങ്ങൾ വരാതിരിക്കട്ടെ, രോഗം വരാതിരിക്കുന്നതിനുള്ള നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അതായത് അത്യാവശ്യം ബോധവൽക്കരണ ക്ലാസ്സുകൾ, മറ്റു കാര്യങ്ങൾ, അതിനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സർവേ കഴിഞ്ഞു. സർവേ എടുക്കാൻ 1 വർഷം തന്നെ വേണ്ടി വന്നു നമ്മൾക്ക്. അത് ഒക്കെ കഴിഞ്ഞ് ഇനി അതിൻ്റെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനിയൊരു 2 വാർഡിലെയും കൂടി ക്യാമ്പ് കഴിഞ്ഞ് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഓരോരുത്തർക്ക് പല അസുഖങ്ങളും കണ്ടെത്തുമല്ലോ. അപ്പോൾ അതിൻ്റെ തുടർ ചികിത്സ അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, മറ്റു എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ അതിന് ഇനി ഓരോ വർഷവും നമ്മൾ ഫണ്ട് വെച്ചുകൊണ്ട് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അവസാനിക്കുന്ന പദ്ധതിയല്ല, അത് തുടർന്ന് പോകാനുള്ള ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് നമ്മൾ ആലോചിച്ച് വരുന്നത്. എന്നാൽ ലൈഫ് ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ തുടർച്ചയായുള്ള കർമ്മ പദ്ധതിയാണെന്നും പഞ്ചായത്ത് അത് സ്വന്തം നേട്ടമായി അവതരിപ്പിക്കുന്നത് ഇവർക്ക് കാര്യമായ ഭാവനാശേഷിയില്ലാത്തതുകൊണ്ട് മാത്രമാണെന്നും പ്രതിപക്ഷം പരിഹസിക്കുന്നു. പഞ്ചായത്ത് ഭാവനാപൂർണമായി ഒന്നും നടപ്പാക്കിയിട്ടില്ല. പല പദ്ധതികളും പഴയകാല തുടർച്ചകളാണ് പ്രതിപക്ഷം പറയുന്നു. പ്രധാന ഒരു എടുത്തു പറയാൻ ഒരു പ്രൊജക്റ്റ് ഈ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് 2 കൊല്ലം ഫണ്ട് തന്നെ ലഭിച്ചിരുന്നില്ല, സർക്കാരിൻ്റെ ഫണ്ടുകളൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ പ്രൊജക്റ്റ് പോലും ചെയ്തിട്ടില്ല. ന്യൂനതകൾ പറയുകയാണെങ്കിൽ ഒരുപാട് ന്യൂനതകൾ പറയാനുണ്ട്. ഇവിടെ ഇവർ ഇപ്പോഴും എടുത്തു പറയുന്നത് ഒരു ലൈഫ് പദ്ധതിയാണ്, ലൈഫ് മിഷൻ്റെ പദ്ധതിയാണ് പറയുന്നത്. 300 താഴെ വീടുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണത്. നേരത്തെ മറ്റു സർക്കാരുകൾ ചെയ്തു വരുന്നതിൻ്റെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ്റെ പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തു നിന്നല്ല, എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് എടുത്ത് പറയാൻ പറ്റിയ ഒരു പദ്ധതിയല്ല എന്നാണത്. പിന്നെ എല്ലാ പ്രാവശ്യവും ഇവർ മൂന്നുകൂടി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും സർക്കാർ 5 കോടി 10 കോടിയൊക്കെ ആയിട്ട് അവരുടെ
ബഡ്ജറ്റിൽ വകയിരുത്താറുണ്ട്. ആ വകയിരുത്തൽ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് വയ്ക്കുമ്പോൾ അവർ ഈ ഫണ്ടും കൂടി ഇതിൽ വകയിരുത്തൽ കാണിക്കാറ് വലിയൊരു പ്രൊജക്റ്റായിട്ട് കാണിക്കാറുണ്ട്. പക്ഷേ അന്ന് മുതൽ 2020 ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നത്, അന്ന് മുതൽ ഇന്ന് വരെ ഇനി ഏകദേശം വേണമെങ്കിൽ ഒരു 6 മാസം കഷ്ടിയുള്ളൂ, ഇതുവരെ ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നേരത്തെ ഉണ്ടായ എന്തെങ്കിലും വരുമാനം ഉണ്ടായിരുന്നതാണ്, കുറച്ച് കടകമുറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവർ പലതും പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഉള്ള വരുമാനം തന്നെ ഇല്ലാതാക്കിയെന്ന് പറയാം. പിന്നെ സാധാരണ രീതിയിൽ ഇപ്രാവശ്യം വന്നിട്ട് എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വന്നതിന് ശേഷം ഒരു ക്രെമിറ്റോറിയം നടപ്പിലാക്കി, ഒരു കൃഷിഭവൻ കെട്ടിടം നടപ്പിലാക്കി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ പദ്ധതി കാലത്ത് ഇവർക്ക് ഉദ്ഘാടനം ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി. കഴിഞ്ഞ പദ്ധതി കാലത്ത് വെച്ച പ്രൊജക്റ്റ് ഇപ്രാവശ്യമാണ് അവരത് ഉദ്ഘാടനം ചെയ്തത്. അത് രണ്ടായാലും കൃഷിഭവൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഒരു കൃഷിഭവൻ പണിതു എന്നല്ലാണ്ട് അതിനൊരു ഓട്ടോറിക്ഷ പോലും പോകാൻ അതിലേക്ക് കഴിയില്ല. എന്തെങ്കിലും ബൾക്കായിട്ട് വാഹനങ്ങൾ, വലിയ വാഹനങ്ങളിൽ പച്ചക്കറികളുടെ തൈകളായാലും തെങ്ങിൻ്റെ തൈകളായാലും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതൊക്കെ വഴിയിൽ ഇറക്കിയിട്ട് തലച്ചുമട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ അവിടെ എത്തിച്ചാലേ നടക്കുകയുള്ളൂ, അല്ലാതെ നടക്കില്ല. അപ്പോൾ ഒരു കൃഷിഭവൻ അവിടെ പണിതിട്ടുണ്ട്, അത് കഴിഞ്ഞ പദ്ധതി കാലത്താണ്. എനിക്ക് തോന്നുന്നത് പിന്നെ കുറേ സർവേകൾ നടത്തിയിട്ടുണ്ട് അവർ, കുറേ പണം ചെലവാക്കിയിട്ട് കുറേ സർവേകൾ നടത്തിയിട്ടുണ്ട്. അതിന് ഉത്തരം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് ഈ സർവേകൾ നടത്തിയെന്നുള്ളതാണ്. ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് ഒരു 22 ലക്ഷം കൊടുത്തിട്ട് പഞ്ചായത്തിൻ്റെ ഫുൾ ഡാറ്റ എടുക്കാനായിട്ടൊരു സർവേ അവർ നടത്തിയിരുന്നു. അതിൽ ആദ്യം കുറേ ഫണ്ട് അവർ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പദ്ധതി അവർ നിർത്തിവെച്ചിട്ട് പിന്നെ ഒരു അനക്കമില്ല. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനൊരു എഗ്രിമെൻറ്റും ഒരു കാലാവധിയൊക്കെ ഉണ്ട്. ഈ കാലാവധിക്കുള്ളിൽ നടപ്പിലായില്ലെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടതാണ് പഞ്ചായത്ത്. അതൊരു നടപടി ഉണ്ടായില്ല. ഞാനത് പറഞ്ഞ് ഇപ്പോൾ അടുത്ത് ഒരാളെങ്കിൽ സൊസൈറ്റിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സർവേ ഇപ്പം പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നാണ് ഇത് അവസാനിപ്പിച്ചത്, ഇതിൻ്റെ പരിപാടിയൊക്കെ എന്നാണ് അവസാനിപ്പിച്ചത്? അതിനുശേഷം ഒരുപാട് പദ്ധതികൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്, മറ്റ് പലതും വന്നിട്ടുണ്ട്, കടമുറികൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. അതൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല 22 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ, ഈ പ്രൊജക്റ്റ് അതായത് ഈ ഡാറ്റ പഞ്ചായത്തിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതോട് കഴിഞ്ഞില്ല. ഒരു ഉദ്യോഗസ്ഥനെ സ്ഥിരം വരുത്തിയിട്ട് ബാക്കിയുള്ള ഡാറ്റകൾ, ഇനി വരുന്ന ഡാറ്റകൾ മുഴുവനും ഇതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ 22 ലക്ഷം രൂപ വെറും വേസ്റ്റാണ്. എടുത്ത് പറയാവുന്ന കാര്യങ്ങൾ, റോഡ് സാധാരണ രീതിയിൽ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ വരുമ്പോഴും ഫണ്ടുള്ളപ്പോൾ റോഡുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത കാലത്തിന് എടുത്ത് പറയാൻ കൊറ്റങ്ങളിൽ നിന്ന് പടിഞ്ഞാട്ട് വേണം റോഡ്. അതുപോലെ ഒരു കൊറ്റങ്ങളത്ത് നിന്ന് കുറച്ച് വടക്കോട്ട് മാറിയിട്ട് പടിഞ്ഞാട്ട് വേണം വേറെ റോഡ്. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പോഴും കെടുക്കുക. ഞാൻ കൊച്ചു കാലത്തെ ഓടിക്കളിച്ച് ഉള്ള മൺവഴി ഇപ്പോഴും ഈ പഞ്ചായത്തിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. അവർക്ക് ഒന്നും ചെയ്യാതെ കിടക്കണം. അതായത് 10 അടിയിൽ വരെ ടൈലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. ആ കാലത്ത് പോലും തിരിഞ്ഞു നോക്കാതെ കിടക്കണത് 11-8 വാർഡുകളുടെ ഇടയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പോരായ്മകൾ തന്നെയാണ്, അതൊക്കെ വലിയ പോരായ്മകൾ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് പറയാനായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിന് ഒരു പദ്ധതി പോലും ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു പിന്നെ പടിഞ്ഞാറ് ഒരു ആയുർവേദ സെൻ്റർ ഉണ്ട്. അത് കുറേ കൊല്ലങ്ങളായിട്ടുള്ളതാണ്. 10-20-27 അത് താഴെ സെൻറ്റുകളിൽ നിൽക്കുന്നതാണ്. അതിൽ 8 സെൻറ്റിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ ഡോക്ടർ വരും, വന്ന് നോക്കും, രോഗികളെ നോക്കും. ഇതൊക്കെ ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇവർ വിചാരിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് നല്ലൊരു പ്രൊജക്റ്റും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കിടത്തി ചികിത്സയുള്ള ഒരു ആയുർവേദ ആശുപത്രിയാക്കി അത് മാറ്റാം. അതൊന്നും ഇവരുടെ ശ്രദ്ധയിൽ പോലും ഇല്ലയെന്ന് ഞാൻ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയത് ഞാൻ പറയണത്. അതിന് ആണ്. പിന്നെ ഇപ്പം നടക്കുന്ന മാമാങ്കങ്ങൾ നിങ്ങൾക്കറിയാലോ. സർക്കാർ പദ്ധതികൾ, അതായത് പാർട്ടി പരിപാടികൾ മുഴുവനും സർക്കാർ ചെലവിലാണ്. മുഖ്യമന്ത്രി തൃശ്ശൂർ വരും. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ആളെയും കൊണ്ട് അങ്ങോട്ട് പോകും. അതിനുള്ള ഫണ്ട് മുഴുവൻ കൊണ്ടുപോകണത് പഞ്ചായത്തിൻ്റെ ഫണ്ടാണ്. ഇത്ര ലക്ഷം രൂപ പഞ്ചായത്ത് കൊടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ 50,000 കൊടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും അങ്ങനെയാണ്. അത് നവകേരള സദസ്സ് തന്നെ അങ്ങനെയല്ലായിരുന്നു കംപ്ലീറ്റ്. എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ നടക്കാത്തൊരു കാര്യം, എനിക്ക് ചിരി വന്നിട്ടുണ്ട്. ഇവിടെ നടക്കാത്തൊരു കാര്യം അവർ നവകേരള സദസ്സിൽ കൊണ്ട് കൊടുക്കും, പേപ്പർ കൊണ്ട് കൊടുക്കും. ആ കടലാസ് ഇവരയക്കുന്ന എവിടേക്കെന്ന് അറിയോ? ഇവിടേക്ക് തന്നെയാണ് വരുന്നത്.
ജനങ്ങളൊരു വിഡ്ഢിയാക്കുന്ന പരിപാടിയാണത്. അത്തരം പരിപാടികൾ നടക്കുന്നത് ഇപ്പം നടക്കണ്ടല്ലോ, മാമാങ്കം നടക്കണ്ടല്ലോ, 4-ാം വർഷം ആഘോഷിക്കണ്ടല്ലോ. അതിന് വരുന്നോടത്തേക്ക് എല്ലാ സംവിധാനം ഉണ്ടല്ലോ, എല്ലാ സംവിധാനം, കുടുംബശ്രീ തൊട്ട് തൊഴിലുറപ്പ് തൊട്ട് അങ്ങനെ ഒരു ഹരിതകർമ്മസേന തൊട്ട് ഒരുപാട് സംവിധാനമുണ്ട്. ഇവരെ മുഴുവനും വണ്ടികളിലാക്കി കൊണ്ടുപോകണം. അവർക്ക് ചിലവൊക്കെ കൊടുത്ത് കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ടാക്കണം. ഇതിൻ്റെ ചിലവ് മുഴുവൻ വഹിക്കുന്നത് അവിടെ വരുന്നത് മുഴുവനും പാർട്ടിയുടെ നേതാക്കന്മാരാണ് വരുന്നത്. പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ വേദികളിൽ പറയുന്നത്. അതിന് ചിലവ് ജനങ്ങളുടെ ചിലവാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. അല്ല, വികസനമാണെന്ന് വെച്ചാൽ ഇവർ ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ പലതും കൊണ്ടുവരും. ഞങ്ങളെ ഭരണസമിതി വരണം, ഞങ്ങളതൊക്കെ കൊണ്ടുവരും. ഉറപ്പ് കൊടുക്കണം ജനങ്ങൾക്ക്. യെസ്, കിടത്തി ചികിത്സ വേണം. ഇത് കൂടാതെ ഇപ്പോൾ ഈ ആയുർവേദ ഫാർമസി സെൻറ്റർ എന്ന് പറയുന്നത് പടിഞ്ഞാറ് മേഖലയാണ്, കടപ്പുറത്താണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പഞ്ചായത്തിന് നമുക്ക് എൻ്റെ വാർഡിൽ എനിക്കൊരു ചെറിയ സ്ഥലം കിട്ടി. നേരത്തെ ഭരണസമിതിക്കാർ ശ്രമിച്ചിട്ട് കിട്ടിയത് അത് ഞാൻ വന്നതിന് ശേഷം കിട്ടിയത്. അതിന് ശേഷം അപ്പോൾ ഈ കൊറോണ കാലത്ത് ഒരുപാട് മരുന്നുകൾ കിറ്റുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തുനിന്ന് ആ ഭാഗത്തേക്ക് വേണമെങ്കിൽ എല്ലാവരുടെ കയ്യിലും വാഹന സൗകര്യവും വണ്ടി സൗകര്യവും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 150 രൂപയെങ്കിലും മിനിമം ഓട്ടോറിക്ഷ കാശ് വേണം. അവിടെ ചിലപ്പോൾ ഡോക്ടർ ഉണ്ടാവില്ല, ചിലപ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ അവർ തിരിച്ചു പോരും. അപ്പോൾ ഈ 150 എന്ന് വെച്ചാൽ 300 ആവും. അങ്ങനെ ഈ കൊറോണ കാലത്ത് ഒരുപാട് മരുന്നുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ എന്നോട് അമ്മമാരും പലരും പറഞ്ഞു, മോനെ ഇവിടെ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു, വളരെ മെച്ചമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ഥലം കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം പോയത് ഇവർക്കൊരു സബ് സെൻറ്റർ കൊടുക്കാമെന്നുള്ളതാണ്. ഞാനപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MP ബെന്യാമിനെ കണ്ടു. അന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോൾ കൊറോണ കാലമാണ്, നിനക്കറിയാലോ, ഫണ്ടൊക്കെ ഫ്രീസ് ചെയ്തിരിക്കണേ. അപ്പോൾ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഈ കൊറോണ കാലത്ത് തന്നെ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തപ്പോൾ എന്നോട് ഉല്ലാസിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫണ്ടൊന്നും ഇല്ലയെന്ന്. ഞാൻ വേണ്ട, ഫണ്ട് ഉള്ള കാലത്ത് എനിക്ക് തന്നാൽ മതി, എനിക്കൊരു മുൻഗണന തരുമല്ലോ. അങ്ങനെ പുള്ളി കണ്ടു. ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഫണ്ട് ഞാൻ അനുവദിച്ചിട്ടുണ്ട്, 25 ലക്ഷം രൂപ അനുവദിച്ചു. അതിൻ്റെ കെട്ടിടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മിക്കതും ഈ മെയ് മാസത്തിലോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിലോ അതിൻ്റെ ഉദ്ഘാടനം കഴിയും. അപ്പോൾ ഈ കിഴക്കൻ പ്രദേശ മേഖലയിലുള്ളവർക്ക് മുഴുവനും ഡോക്ടറെ കാണാൻ ഈ ഭാഗത്ത് വന്നാൽ മതി. അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അതിനിടെ മാലിന്യമുക്തം പെരിഞ്ഞനം എന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ പഞ്ചായത്തിൽ സംഭവ്യമാണ്. മാലിന്യം കൊണ്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വീടുകൾ ഈ ഗ്യാസിന്റെ ഉപയോക്താക്കളാണ്. പഞ്ചായത്തിനെ മാലിന്യമുക്തരാക്കാൻ കൈമെയ് മറന്ന് അധ്വാനിക്കുന്ന ഈ ഹരിതകർമ്മസേന തന്നെ ഉദാഹരണം. ഇവരുടെ അധ്വാന ഫലം കൂടിയാണ് ഇന്ന് കാണുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. വാർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥരും നൽകുന്ന പിന്തുണയ്ക്ക് അവർക്ക് നന്ദിയുണ്ട്. നമ്മൾ പഞ്ചായത്തിലൊക്കെ പോയപ്പോൾ ഭയങ്കര അഭിമാനത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പദ്ധതിയാണ് കനവ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? പ്രവർത്തനം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ കാലം മുതൽ 2017-18 ഇത് തുടങ്ങിയത്. പെരിഞ്ഞനം പഞ്ചായത്ത് ഫസ്റ്റാണ് തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ 25ലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, ശുചിത്വ പെരിഞ്ഞനം എന്ന് സന്തോഷത്തോടെ പറയാൻ പറ്റും. അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ മെഷീനിൽ അരച്ച് അത് സുനാമിക്കാർക്ക് ഒരു 16 വീട്ടുകാരുന്നതുകൊണ്ട് 2 മണിക്കൂർ ബയോഗ്യാസ് നമ്മൾ സേവനം പോലെ അവർ കൊടുക്കുന്നുണ്ട്. 2 മണിക്കൂർ 2 പേരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഞങ്ങളെല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഭംഗിയായിട്ട്. പിന്നെ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മെമ്പർമാർ, എല്ലാ ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല അവർ. ഞങ്ങൾ അവരോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾക്കിത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വളരെ സന്തോഷം. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വേളയിൽ ഒഴിവാക്കാനാകില്ല. എങ്കിലും പ്രാദേശിക വികസനത്തിന് വേണ്ടത് എല്ലാ വിഭാഗം ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ്. തീരദേശം നേരിടുന്ന ആകുലതകൾ ചെറുതല്ല. തീരദേശവാസികളുടെ അഭിവൃദ്ധിക്കുതകുന്ന സദ്ഭരണമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അവിടെയാണ് പെരിഞ്ഞനത്തിന്റെ പ്രതീക്ഷ. സ്വപ്ന പദ്ധതികൾ പലതുമുണ്ട് പെരിങ്ങനത്ത്, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും. വരും കാലങ്ങളിൽ ജനോപകാരപ്രദമായ പദ്ധതികൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം. അടുത്ത പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനിയൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.